ഷീല. പേരിത്തിരി പഴയതാണെങ്കിലും മുഖത്തിരി പുതിയതല്ലടാ. നോക്ക് ഇങ്ങോട്ട് തന്നെ നീ നോക്കാറായിട്ടില്ലേ? നീ ചെറുക്കണേ. ഇപ്പൊ പഴയ പേരടാ ഫാഷൻ. ജാതകപ്പൊരുത്തോ ഉണ്ട്. രണ്ട് ദോശകളുടെ മാവേ ഉള്ളിനി. ആക്രാന്തം കാണിച്ചു വെറുതെ. അമ്മയുടെ ചമ്മന്തിയാ ഉഗ്രൻ. പ്ലീസ്. എനിക്കിഷ്ടം അമ്മയുടെ മോര് കൂട്ടാനാ. അമ്മേ, അമ്മേനെ മോര് ശാന്താ ഈ മോഹനാട്ടം കളിയേക്ക് വിളിക്കണേ. ആര് വിളിച്ചു? ആ പൂജാമുറിയിൽ ഇരുന്ന തീപ്പെട്ടി എവിടെയാ? ആവൂ, പൂജാമുറിയിലത്തെ തീപ്പെട്ടി അടുക്കളയിൽ ഉപയോഗിക്കുന്നത് 100 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഗ്യാസ് ഒന്ന് കത്തിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഗുരുവായൂരപ്പം വന്ന് കത്തിച്ചു തരുമോ? ഒന്നും മിണ്ടാണ്ടിരിക്കണ്ടോ? ഒരു ഗുരുവായൂരപ്പനും തീപ്പെട്ടിയും മോരിശാന്ത് എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമല്ലേ ഇത്? എന്താ എന്റെ അവർക്ക് എന്താ? അതെ, സുധിയുടെ പെണ്ണ് കാണലിന്റെ കാര്യം അച്ഛാ. അതല്ലേ അവനോട് തീരുമാനം എടുത്തോളാം ഞാൻ പറഞ്ഞല്ലോ. കുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ നേരിട്ട് പോയി അങ്ങോട്ട് കാണാം. അല്ലാണ്ട് വെറുതെ അവരെ ബോംബെന്ന് വരുത്തി ബുദ്ധിമുട്ടിക്കണ്ട. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. ഒറ്റപ്പാലത്തുള്ള അമ്മ വീട്ടിൽ 12-ാം തീയതി ആ കുട്ടി വരുമെന്നല്ലേ പറഞ്ഞത്? അത് ഞാൻ അങ്ങോട്ട് മറന്നു. ആദ്യം സ്വന്തം മോന്റെ കാര്യം നോക്കൂ, എന്നിട്ട് മതി ദൈവത്തിന്റെ കാര്യം. എന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല അല്ലേ? ഏപ്രിൽ ആകുമ്പോഴേക്കും ആ കുട്ടിയുടെ കോഴ്സ് കഴിയും. കല്യാണം കഴിഞ്ഞാൽ കുറുപ്പ് സാറിനോട് പറഞ്ഞിട്ട് നിന്റെ സ്കൂളിൽ തന്നെ ഒരു ജോലി വാങ്ങി കൊടുക്കാമല്ലോ. പിന്നെ അവര് നമ്മുടെ അത്ര തറവാടികളൊന്നുമല്ല. നിനക്ക് നല്ലോണം ബോധിച്ചെങ്കിൽ മാത്രം മതി കേട്ടോ. എനിക്കിത് കേൾക്കുമ്പോഴാ ഞാൻ കല്യാണം കഴിക്കുന്ന ഡിമാൻഡ് അച്ഛൻ അറിയാലോ. ഞാൻ ജീവിതത്തിൽ ആകെ ഒരു പെൺകുട്ടിയെ കാണുള്ളൂ. അത് ശരിയായില്ല ഞാൻ പിന്നെ കല്യാണം കഴിക്കില്ല. ഓ പിന്നെ എന്ത് പിന്നെ? ആഴ്ചയിൽ നിന്നെ പോലെ പെണ്ണ് കണ്ട് കിടക്കലല്ലേ എൻ്റെ പണിയെന്നല്ലേ? തന്നെ. നീ വേഗം വന്നേ, 3 മണിക്കാ ഷോ. മോനെ, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം, അങ്ങനെ 4 ആശ്രമങ്ങളാണ് ഒരു മനുഷ്യന്റെ ആയുസ്സിൽ. ഗാർഹസ്ഥ്യം ഒരു പീഡനാണെങ്കിലും അത് അനുഭവിക്കേണ്ട അവസ്ഥ തന്നെയാണ്. അയ്യടാ, മോനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു വേദാന്തം നിങ്ങളന്ന് പോയി പൂജിക്കുന്നുണ്ടോ? എടാ മോനെ, ദിവാകരൻ വരുമ്പോ ഞാൻ എന്താ പറയണ്ടേ? എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? എന്ത് പറയാൻ? എന്റെ കുറവുകളൊക്കെ പറഞ്ഞിട്ടില്ലേന്ന്. എന്നാ പിന്നെ നിന്റെ കുറവുകളെല്ലാം കൂടി ഒരു ലിസ്റ്റ് എഴുതി അവൾക്ക് കൊടുക്ക്. അപ്പോഴേക്കും അവൾക്ക് 2 കുട്ടികളാവും. എന്തായാലും നീ പോയിട്ട് ആദ്യം ആ കുട്ടി ഒന്ന് കാണ്. എന്തായാലും അവർക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ല മോനെ. അതെ, എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. ഇതൊന്നും നടന്നു കണ്ടാ മതിയായിരുന്നു എൻ്റെ ഭഗവാനെ. ഈ കല്യാണം മരണം എന്നൊക്കെ പറയണത് ഒരു യോഗ. അത് നടക്കേണ്ട സമയമാകുമ്പോ നടക്കും. അയ്യോ, എനിക്ക് തന്നെ ഇടിച്ചങ്ങ് ചാവാനാ തോന്നണേ. രാമ 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 കൃഷ്ണ ഗോവിന്ദ രാമകൃഷ്ണ. സ്കൂളിൻ്റെ ISO സർട്ടിഫിക്കേഷൻ്റെ ചാർജ് എനിക്ക്. അതിൻ്റെ ഓവർലോഡ് നന്നായിട്ടുണ്ടേ. സ്കൂൾസിന് ISO ഉണ്ടോ? പിന്നെ ഐ എം ദ ഇംപ്ലിമെന്റേഷൻ ടീം. സംസാരിച്ചോളൂ കേട്ടോ അമ്മായി. നമ്മുടെ ആളുകളൊക്കെ ഇപ്പോഴും ഭയങ്കര കൺസർവേറ്റീവ് അല്ലേ? ഞാനും കുറേയൊക്കെ അങ്ങനെ തന്നെയാ. പിന്നെ അച്ഛന് ജോലി ബോംബെയിലായോണ്ട് അവിടെ ജീവിച്ചു എന്നേ ഉള്ളൂ. എനിക്ക് നാടാ ഇഷ്ടം. അറ്റ് ദ സെയിം ടൈം കരിയറും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ? അത് ശരിയാ. എനിക്ക് നാട് തന്നെ ഇഷ്ടം. പുറത്തൊക്കെ എന്താ അല്ലേ, കംപ്ലീറ്റ് കൊല, വെടിവെപ്പ്, രോഗങ്ങൾ. അപ്പൊ ഇവിടെ അതൊന്നും ഇല്ലെന്നാണോ? ഉണ്ട്, പക്ഷേ കുറവാണല്ലോ. എനിക്ക് സംസാരിക്കുമ്പോൾ ഇങ്ങനെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അച്ഛൻ പറഞ്ഞിരുന്നു. അത് വളരെ നന്നായി. ട്രീറ്റ്മെൻറ്റൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ചില സമയത്ത് ഇങ്ങനെ എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റണ്ടല്ലോ. പിന്നെന്താ? ഷീലയ്ക്ക് മ്യൂസിക്കിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ? എനിക്ക് ചെറിയ എഴുത്തിൻ്റെ അസുഖം ഉണ്ട് കേട്ടോ. പാട്ട് എഴുതൂ? ഞാൻ 8ാം ക്ലാസ് വരെ പാട്ട് പഠിച്ചതാ, പിന്നെ ബോറടിച്ചു. ഓ ശരിക്കും? എൻ്റെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഡയഗ്നോസ് ചെയ്ത് പിന്നെ ഇവളുടെ കാര്യം ഓർക്കുമ്പോൾ ടെൻഷനാണ്. ഇവൾക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. എല്ലാവരുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാ. ചുറ്റിലും ഒരുപാട് പേര് സഹായിക്കാണ്ടെന്നുള്ളതൊക്കെ വെറും ഒരു തോന്നലാ. അതും ശരിയാ. പക്ഷേ എനിക്കില്ല രാജേ. എന്നാ പിന്നെ നമുക്കങ്ങോട്ട് ഇറങ്ങല്ലേ സുധി? സുധി പണ്ട് കുറച്ചു കാലം ബോംബെയിലായിരുന്നു അല്ലേ? അച്ഛൻ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ഇറങ്ങട്ടെ എന്നാ. നൈസ് മീറ്റിംഗ്. നൈസ് മീറ്റിംഗ്. എന്തിനായി നിന്നിടം കണ്ണിൻ തടം തുടിച്ചു,
എന്തിനായി നീ വലം കയ്യാൽ മുഖം മറച്ചു? അവളൊരു പുതിയ വെബ്സൈറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് സുധിയെ കാണിക്കുന്ന കാര്യ. സുധിയുടെ മുഖത്തിന്റെ ഒരു തെളിച്ചില്ലാത്ത ആ കല്യാണാലോചന മുടങ്ങിയതിന്റെ വിഷമഭാവത്തിന് അത് ഇതുവരെ മാറിയിട്ടില്ല. അതെന്താ പറ്റിയേ? സമ്മതമാണെന്ന് സുധിയുടെ അച്ഛൻ പെൺവീട്ടുകാരെ വിളിച്ച് പറഞ്ഞു. പെൺവീട്ടുകാരുടെ ഭാഗത്തൊന്നും പിന്നെ റെസ്പോൺസ് ഒന്നുമില്ല. മാഡം ഇനി അതൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. കല്യാണം എന്നൊക്കെ പറയുന്ന ഒരു യോഗ. സതീഷിന്റെ എന്റെയും തന്നെ കാര്യം കണ്ടില്ലേ? ഞങ്ങൾ ഡിവോഴ്സ് ആയെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും പലർക്കും ബുദ്ധിമുട്ടാ. അത്രയ്ക്കായിരുന്നു അത്ര പൊരുത്തം. ഈ സെന്റ് സ്റ്റീഫൻസിലേക്ക് ജോലി കളഞ്ഞ മാഡം നമ്മുടെ സ്കൂളിൽ വന്ന് എനിക്ക് കോമഡി ആയിട്ട് തോന്നുന്നു. ഈ കുറിപ്പിനെയൊക്കെ എങ്ങനെ സഹിക്കുന്നു? ഇവളുടെ +2 കഴിയുന്നവരെങ്കിലും എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്തേ പറ്റൂ. ഇവിടെ ആകുമ്പോൾ ഒരു നോർമൽ സ്കൂളിൽ പഠിക്കാലോ. ഡൽഹിയിലായിരുന്നപ്പോൾ അതായിരുന്നു ഏറ്റവും വലിയ പ്രോബ്ലം. എൻ്റെ ഇനിയുള്ള കരിയറൊക്കെ ഇവളെ ചുറ്റിപ്പറ്റിയേ ഉള്ളൂ. താരമുള്ളോട് ശ്രുതിക്കുള്ള അടുപ്പത്തിന്റെ കാര്യം ഇപ്പഴാ എനിക്ക് മനസ്സിലായേ. മിണ്ടണ്ടല്ലോ അല്ലേ? ഒരു മിനിറ്റ്, എന്താ ഒന്നും വന്നേ. എന്നെ ചീത്ത പറയാനല്ലേ വിളിപ്പിച്ചേ? സ്ഥലകാല ബോധിയില്ലാണ്ട് ഇങ്ങനെ ഓരോന്ന് പറയണത് എൻ്റെ ഒരു കുഴപ്പാ. സോറി. ഏയ്, നിർമ്മലയുടെ ഈ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരുപാട് നാളായി പറയണമെന്ന് വിചാരിച്ച് മനസ്സിങ്ങനെ വിങ്ങിപ്പൊട്ടി നിൽക്കുകയാണ്. പറഞ്ഞോളൂ. എനിക്കിഷ്ടമാണ്. എന്നെയോ? അതിനെന്താ നിർമ്മലയ്ക്കൊരു കുഴപ്പം? ഒന്ന് പോ ഗ്രീഗ. ഗ്രീഗൻ എന്താ വട്ടായോ? ഒരുപാട് ആലോചിച്ച് ചോദിക്കുന്നത്. എൻ്റെ ആഗ്രഹം സിനിമ, അഭിനയം ഒക്കെ എന്നറിയാലോ. ഭാവി എന്താന്ന് ഒരു രൂപമില്ല. അതൊക്കെ അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നിർമ്മലയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ? പാതിരാത്രിക്ക് റോഡിനരികിൽ കിടന്നുറങ്ങുന്ന പാവങ്ങളെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുന്നതാണോ? അവിടെ ഇരുന്ന പേസ്റ്റ് എവിടെയാ? ഇപ്പൊ രാത്രി പല്ലി വെച്ചില്ലെങ്കിൽ എന്താ? പല്ലി വെക്കേണ്ട കിടന്ന് എനിക്ക് ഉറക്കം വരില്ല എന്ന് എനിക്കറിയില്ലേ. നിങ്ങളിന്ന് ഉറങ്ങണ്ട, ഒന്ന് മാറി നിൽക്കൂ. ഞാൻ ഒന്ന് കാണട്ടെ. നിങ്ങളുടെ മകളെയാണ്. ഹലോ ഹലോ, ഞാൻ ബോംബെന്ന് ബാലകൃഷ്ണനാ. മനസ്സിലായോ? ആ, മനസ്സിലായി. ശീലരാച്ചനല്ലേ? എഴുന്നേക്കടാ. അത് ശരി. ആ, അങ്ങനെ ആയിക്കോട്ടെ. ഞാനൊന്ന് ആലോചിച്ചിട്ടുണ്ട് വിളിക്കാം. ശരി, സന്തോഷം. എന്താ? അയാൾക്ക് പെട്ടെന്ന് ബോംബെക്ക് പോണ്ടി വന്നു അത്രേ. ഓ, എന്നിട്ട് എന്താ പറഞ്ഞേ? അതവർക്ക് സമ്മതാത്രേ. എന്റെ ഭഗവതി, ഞാനൊരു ചുറ്റുവിളക്ക് നേർന്നായിരുന്നു. തീരുമാനം നിന്റെയാ. ഞാൻ എന്താ അവരോട് വിളിച്ചു പറയണ്ടേ? ഇതിലെന്താ ഇത്ര ആലോചിക്കാനുള്ളത്? സമ്മതാണെന്ന് അങ്ങോട്ട് വിളിച്ചു പറയൂ. ആ കുട്ടിക്ക് വേറെ വല്ല ആലോചനയും വന്നാലോ? ഓ, അങ്ങനെ ആലോചന വന്ന് കെട്ടിപ്പോണ കെട്ടിപ്പോട്ടെ. അല്ല, അപ്പൊ എന്താ, നമുക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് മതിയല്ലേ? എന്താ ഇത്ര ആലോചിക്കാൻ? വിളിച്ചു പറയോ അച്ഛാ സമ്മതാന്ന്? പറയൂ അങ്ങോട്ട് എന്ന് പറയൂ. ഓ, പല്ലൊക്കെ പിന്നത്തേക്ക് ചെല്ലുന്നേ. ആയിക്കോട്ടെ. നാളെ ഡോക്ടർ എൻ്റെ എൻഗേജ്മെന്റ്. ആലോചിക്കുമ്പോ തന്നെ കൈങ്കല്ലി മറിക്കുക. എൻഗേജ്ഡ് എന്നാൽ എൻഗേജ്ഡ് ഇൻ പ്ലീസിങ് യുവർ ഫിയാൻസി എന്നാണ്. നിനക്കൊരു കുറവുണ്ട് എന്നവൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് പ്രത്യേകിച്ച്. എന്തെങ്കിലും നല്ല കാര്യം പറ ഡോക്ടർ. എൻ്റെ ഒരു സമാധാനത്തിനെങ്കിലും. ടെൻഷൻ ഉണ്ടോ? വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു കോംപ്രമൈസാണ്. എൻ്റെ കാര്യം തന്നെ നോക്കിയാൽ മതി. 3 കെട്ടി 3 പെട്ടിയിലായി. ഒന്നുകിൽ ഊട്ടി, അല്ലെങ്കിൽ പെട്ടി, അതുമല്ലെങ്കിൽ കയ്യിലൊരു കുട്ടി. അതാണ് കല്യാണം. ലോകത്തിൽ ഇന്ന് വരെ ഒരു മനഃശാസ്ത്രജ്ഞനും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു പ്രഹേളികയാണ് പെണ്ണിൻ്റെ മനസ്സ്. നാളത്തെ കാര്യം ഒന്ന് പറയും ഡോക്ടർ. അതൊന്ന് നേരെ ചോ കഴിഞ്ഞാലല്ലോ ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമുള്ളൂ. അവിടെ വേണ്ട. അതെന്താ, ചന്ദ്രൻ്റെ ശരീരത്തിൻ്റെ ഭാഗമല്ലേ? ഷിയാറ്റ്സു ട്രീറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണിത്. ഇത് പ്രോപ്പറായി ചെയ്യാൻ അറിയാവുന്നവർ വളരെ കുറവാണ്. ജാപ്പനീസ് മെത്തഡാണ്. അതാണ് ഇത്രയും എക്സ്പെൻസ് വരുന്നത്. പൈസയൊക്കെ ഞാൻ തരാം. ഡോക്ടർ നാളത്തെ കാര്യം ഒന്ന് പറയും. ഓക്കെ, നാളെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്താ? ഒരു കാരണവശാലും നീ അണ്ടർവെയർ ഇടാൻ മറക്കരുത്.
ആ ഇതാണ് എന്ത് പറഞ്ഞാലുമുള്ള എൻ്റെ ഈ നെഗറ്റീവ് തിങ്കിങ് ആണ് നീ ആദ്യം മാറ്റേണ്ടത്. അണ്ടർവെയർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ബനിയനാണ്, അല്ലെങ്കിൽ വിയർത്ത് നാറും. ഡോക്ടർ നാളെ ഉണ്ടാവില്ലേ? ഇല്ല, ബൈ പ്രിൻസിപ്പൽ കല്യാണ സംബന്ധമായ ചടങ്ങുകൾക്കൊന്നും ഞാൻ പോവാറില്ല. അതെന്താ? ദുരന്തങ്ങൾ എനിക്കിഷ്ടമല്ല. മാത്രമല്ല ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള കല്യാണങ്ങളെല്ലാം ഡൈവോഴ്സിലേക്ക് കലാശിച്ചിട്ടുള്ളൂ. എൻ്റെ 3 കല്യാണവും ഞാൻ അറ്റൻഡ് ചെയ്തു, 3ഉം ഡൈവോഴ്സായി. എന്നാ വേണ്ട ഡോക്ടർ? ഒറ്റപ്പാലം മംഗലത്ത് വീട്ടിൽ ബാലകൃഷ്ണന്റെയും പരേതയായ വിമലയുടെയും മകൾ ഷീലയും, ആലത്തൂർ വാത്മീകം വീട്ടിൽ ശങ്കരൻകുട്ടിയുടെയും ശാന്തകുമാരിയുടെയും മകൻ സുധീം തമ്മിലുള്ള വിവാഹം കൊല്ലവർഷം 1186 മിഥുനമാസം 30-ാം തീയതി 11:30 മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിൽ വിവാഹം നടത്തിക്കൊടുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നാ കുട്ടികളെ വിളിക്കൂ, മോതിരം മാറാം. വെപ്രാളം വേണ്ട, മര്യാദയ്ക്ക് മോതിരിടണം. ഇത് വരലിട്ടുണ്ട്. ഇതാ മോതിര വരല, എടുത്തേക്കായി. ഇത് കൊടുക്കാം മോളെ. കൈയെല്ലാം മോനെ, മറ്റേ കൈ. എന്റെ ഭഗവാനെ, ഇതൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ്. ജയൻ, ബിജു, മോഹൻ. ആ എനിക്കറിയാലോ. ഡാ ചെലവെപ്പോഴാ? അതെ, ഫസ്റ്റ് നൈറ്റ് മുമ്പെങ്കിലും നടക്കൂ. ആളെ ഹാപ്പി. ഇവരെപ്പോഴും ഇങ്ങനെയാ. കൺഗ്രാറ്റ്സ്. താങ്ക് യു. സുധി, മൈ ബെസ്റ്റ് വിഷസ്. ധാരാന്ന് മനസ്സിലായോ? ആ കുട്ടി സംസാരിക്കില്ല അല്ലേ? ആ ഇത് ശ്രീധരൻ മാമ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏത് സ്കൂളിലാ ജോലി? ഇവിടെ തന്നെയാ. ശരി. തോളത്ത് കയറാ, അടുത്തോട്ട് നിന്ന് തോളത്ത് കയറാൻ. കുറച്ച് കയറി നിന്നോ. അടുത്ത് കയറി. പ്രേമി നിന്ന് മാറിക്കുട്ടി. ഞങ്ങൾ ഇതിന്റെ ഒരു പ്രൊമോ ഉണ്ടാക്കി നെറ്റിലിടാൻ പോവാ. 2 വാക്ക് ഷീലയെ കുറിച്ച് ഒന്ന് പറയാവോ സുധിയേട്ടാ? അതൊന്നും വേണ്ട പ്ലീസ്. ഇതൊക്കെയല്ലേ ഈ ദിവസത്തിന്റെ ഒരു മെമ്മറി. ഒരു 2 വാക്ക്. ബി സ്പോർട്സ് സുധിയേട്ടാ. അതൊക്കെ ബോറാവും. ചേച്ചിയുടെ ഇഷ്ടമുള്ള ഏതെങ്കിലും നല്ലൊരു ക്വാളിറ്റി പറയാമോ? ഞങ്ങളത് എഡിറ്റ് ചെയ്തിട്ടോളാം. ചേച്ചിയുടെ ക്വാളിറ്റി ഒന്നും ഇല്ലേ? അല്ല, ഞാൻ പറഞ്ഞാ മതിയോ? പറ്റില്ല. ഫസ്റ്റ് ടേൺ ചേട്ടന്റെ. ശിലയുടെ ഫസ്റ്റ് ക്വാളിറ്റി സിൻസിയറിറ്റി. പിന്നെ മ്യൂസിക്, ഡൗൺ ടു എർത്താണ്. പോരെ?
നിങ്ങൾ റെഗുലറായി വീഡിയോ ചാറ്റ് ചെയ്യാറുണ്ടെന്നല്ലേ പറഞ്ഞത്? അന്നൊന്നും ഇത് തോന്നിയില്ല? അറിയായിരുന്നു, പക്ഷെ അതിന്റെ ഒരു ഇന്റൻസിറ്റി ശരിക്കും ഇന്നാ മനസ്സിലായേ. ചിലപ്പോൾ സ്റ്റേജ് ഫ്രൈറ്റിന്റെ ആയിരിക്കും. ഞങ്ങളെയൊക്കെ ആദ്യമായിട്ടല്ലേ കാണണേ. ആൾക്കാരെ കാണാതെ പിന്നെ ലൈഫ് ലോങ് എന്നോട് മാത്രം സംസാരിച്ചുകൊണ്ടിരുന്നാ മതിയോ? ബാംഗ്ലൂരുള്ള എൻ്റെ ഒരു പഴയ നെയ്ബർ ഇപ്പൊ ഇവിടെയുണ്ട്. ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റാ കക്ഷി. പുള്ളിക്കാരി ഒന്ന് കണ്ട് സംസാരിക്കണോ? ഒരു എക്സ്പെർട്ട് ഒപ്പീനിയൻ അറിയാലോ. നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. എന്താ ഇവിടെ ഒരു രഹസ്യ ചർച്ച? അതൊക്കെയുണ്ട്, ബാലമാമ വഴി അറിഞ്ഞോളൂ. എന്താ വെച്ചാ പറഞ്ഞിട്ട് പോ. ഒന്നുമില്ലേ. നീ എന്താടാ ഇവിടെ നിൽക്കണേ? എന്താ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒന്നുമില്ല അച്ഛാ. എന്താടി, അമ്മയെ ഓർമ്മ വന്നോ? നീ ഹാപ്പി അല്ലേ? നോക്കിയോ ഷീലെ, നന്നായിട്ടില്ലേ? ഇവിടെ സ്കൂളിലെ ജോലി ഒരുവിധം പറഞ്ഞ് ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. കുറച്ച് ക്യാപിറ്റേഷൻ കൊടുക്കേണ്ടി വരും, എന്നാലും ലാഭാ. അങ്ങനെ ഒരു ജോലി എനിക്ക് വേണ്ട സുധി. ഈ പ്രിൻസിപ്പൾസ് പറഞ്ഞുകൊണ്ടിരുന്ന വെറുതെ വീട്ടിലിരിക്കും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അങ്ങനെ ഒരു പേടിയൊന്നും സുധിക്ക് വേണ്ട. ഐ ക്യാൻ ഫൈൻഡ് എ ജോബ് ഫോർ മൈസെൽഫ്. ഇവിടുത്തെ കൊള്ളാവുന്ന ഒരു സ്കൂള് ഇത് മാത്രമേ ഉള്ളൂ. അതാ മുംബൈയിൽ ട്രൈ ചെയ്യാം. അവിടെ കുറെ കൂടെ ബെറ്റർ പാക്കേജ് ഉണ്ടാവുമല്ലോ. ബോംബെ അത് വേണ്ട, അധികം സമ്മതിക്കില്ലേ? വൈ? ഷീല പറഞ്ഞത് ഇവിടെ ഇഷ്ടമാണല്ലേ? നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് മൈ കരിയർ. അതും ഞാൻ പറഞ്ഞിരുന്നു. പതുക്കെ. ഷീല പറഞ്ഞോളൂ. സുധി പറഞ്ഞോളൂ. ഷീല പറഞ്ഞോളൂ. പറഞ്ഞോളൂ. ഷീല പറഞ്ഞോളൂ. ആരെങ്കിലും ഒന്ന് പറഞ്ഞ ഉപകാരമായിരുന്നു. രണ്ട് മസാല ദോശ, രണ്ട് വട. മോളൊന്ന് പറ, ഇത് പറഞ്ഞു തീരുമ്പോഴേക്കും കടയടയ്ക്കും. ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യണേ സാറേ. നിങ്ങൾ ആലോചിച്ചിട്ട് ഓർഡർ ചെയ്താൽ മതി. ഞാൻ പോയിട്ട് പിന്നെ വരാം. ഈ വീക്കെൻഡ് പിന്നെ പെണ്ണെന്താ ഭ്രാന്തട്ടോ. ഓരോരുത്തന്മാരുടെ വെയിറ്റേ. ഹേ ചേട്ടാ, സാർ ഒരു മിനിറ്റ്. സുധി നമുക്ക് പോവാം. അയാളെ കണ്ടിട്ടൊരു മനുഷ്യപ്പനുണ്ടെന്ന് തോന്നുന്നു. എന്താ വേണ്ട സാർ? വേറെ എന്തെങ്കിലും? എന്താടാ എന്ത്? സന്തോഷമായിട്ടിരിക്കേണ്ട സമയമല്ലേ ഇത്? നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എന്ത് വിഷമം? ഒന്നുമില്ല. കല്യാണത്തിന്റെ കാര്യം ഓർത്ത് നീ ടെൻഷനൊന്നും അടിക്കണ്ട. അതൊക്കെ നോക്കാൻ ഞങ്ങളില്ലേ ഇവിടെ. രാമ രാമ രാമ. കല്യാണി വരൂ കേട്ടോ, വരൂ. ഞാൻ പറമ്പിലായിരുന്നേ. ഇരിക്കോ ഇരിക്കോ, അവളിപ്പോ വരൂ കേട്ടോ. മോളെ കല്യാണി. കൂടെ പഠിച്ചാണോ? അല്ല ഇവിടെ ഇത്ര വലിയ ക്ലോസ് ഫ്രണ്ട്. നമ്മൾ ഒരുമിച്ച് വന്ന് ക്ഷണിക്കാൻ.
ഹായ്, വരൂ അങ്ങോട്ടേ ഇരിക്കാം. റിയ ഫസ്റ്റ് കസിൻ ആണോ? അച്ഛൻ്റെ ചേച്ചിയുടെ മോളാ. ആഹാ, ഞങ്ങൾ സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. ഇരിക്കൂ. റിയാണ് സുധയുടെ ഇഷ്യൂവിനെ കുറിച്ച് പറഞ്ഞത്. എന്ത് ഇഷ്യൂ? നിങ്ങളെന്താ ചെയ്യുന്നത്? ഷീസ് എ സ്പീച്ച് തെറാപ്പിസ്റ്റ്. ഫസ്റ്റിനല്ലേ കല്യാണം? എനിക്കൊന്ന് ബാംഗ്ലൂർക്ക് പോകേണ്ടി വരും, അല്ല ഞാൻ ഡെഫിനറ്റ്ലി വന്നേനെ. താങ്ക് യു. അമ്മൂമ്മ എന്തായാലും വരൂ കേട്ടോ, പായസത്തിന്റെ ആളാ. നിങ്ങൾ രണ്ടുപേരും കൂടി വരാൻ ഞാൻ പറഞ്ഞത് കാര്യങ്ങൾ കുറച്ചുകൂടെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് സംസാരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ആൻഡ് ദ ഫസ്റ്റ് തിങ് യു വിൽ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദിസ്, സുധയുടെ ഈ സ്റ്റാമറിംഗ് ഇഷ്യൂവിന് അതിനൊരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ ഇല്ല എന്നതാണ്. ഞാൻ ഉദ്ദേശിച്ചത് സുധി ആദ്യം അത് ആക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് പിന്നെ അത് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സ് ആലോചിക്കാം. ആ ആക്സെപ്റ്റൻസ്, അതാണ് പലർക്കും ബുദ്ധിമുട്ട്. എന്നുവെച്ചാ ലൈഫ് ലോങ് ഇത് ഇങ്ങനെയായിരിക്കും എന്നാണോ? ഇത് ഓവർകം ചെയ്തിട്ടുള്ള എത്രയോ ആൾക്കാരുണ്ട്. ഇറ്റ്സ് ഓൾ ഇൻ ദ മൈൻഡ്. മെഡിക്കലി സ്റ്റാമറിംഗ് ജന്മനാ ഉള്ളൊരു ന്യൂറൽ ഡിസോർഡർ ആണ് ഇൻ മോസ്റ്റ് കേസസ്. സോ ഇറ്റ്സ് എ റിയാലിറ്റി. അതാണ് ഭൂരിഭാഗം പേര് മനസ്സിലാക്കാത്തത്. അതിനായി ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞ് ഒരുപാട് സമയവും പൈസയൊക്കെ ചെലവാക്കും. അതല്ല വേണ്ടത്. സുധിയല്ലേ ഇത്? ദേ വരുന്നു നമ്മുടെ അഭിനവ രമണൻ. ഡാ സുധി, സുധി നിക്കടാ. എടാ സുധി, ഇവനിത് എങ്ങോട്ടാ? നീ ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് മുങ്ങിയേ? ഡാ ഗ്രേഗൻ നാളെ പോണല്ലോ, നമുക്കിന്ന് എന്റെ വീട്ടിൽ കൂടിയാലോ? കുപ്പി റെഡിയാണ്. ഞാൻ ഇല്ല, ഞാൻ പോവാ. അവിടെ നിക്കടാ, ഇതെന്ത് തിരക്കാ? ലോകത്ത് വേറെ ആരും കല്യാണം കഴിച്ചിട്ടില്ലേ? നല്ല ടയർഡാ അതാ. നിക്കടാ, ഞാൻ പറഞ്ഞേക്ക്. കല്യാണ തലേന്ന് നമുക്ക് ബാച്ചലർ സെറ്റപ്പ് എന്റെ വീട്ടിൽ ചെയ്താലോ? നിന്റെ വീട്ടിലാണെങ്കിലേ നിന്റെ അച്ഛൻ ആകെ കശവിശുണ്ടാക്കുന്ന ആ പരിപാടി ഈ ഗ്രേഗൻ ദാസ് സ്പോൺസർ ചെയ്യുന്നതായിരിക്കും. അതന്നെ. എന്താടാ വല്ല കുഴപ്പമുണ്ടോ? എന്ത് കുഴപ്പം? നീ മാറി. അതിനെന്താ നീ ചൂടാവുന്നേ? ആര് ചൂടായി? നീ നിക്ക്. ഇതാ അവന്റെ കുഴപ്പം. ഇവൻ പിടിച്ച മുയിലും 10 ചെവി. ബാക്കിയുള്ളവർ അതെല്ലാം അങ്ങ് അക്സെപ്റ്റ് ചെയ്യണം. എന്തൊക്കെ അക്സെപ്റ്റ് ചെയ്യണം? ഞാൻ ആരൊക്കെ മോഹൻ എന്താ അതിന് നീ എന്തിനാ തള്ളുന്നേ? നിന്റെ എല്ലാ കുഴപ്പങ്ങളും സഹിച്ച് ഒരു ഫ്രണ്ടിനെ പോലെ കൊണ്ടുവരുന്ന ഞങ്ങളാ. എന്നിട്ട് ഇപ്പൊ ഒരു പെണ്ണിനെ കണ്ടപ്പോ നിനക്ക് ഞങ്ങളെ വേണ്ടല്ലടാ. എന്ത് കുഴപ്പമാണ് എനിക്കില്ല? വിൽക്കാണെന്റെ കുഴപ്പം, പൊട്ടി ഓടിക്കറിയാത്താണ് എന്റെ കുഴപ്പം. അവനെ വിടാ, അവനെ തല്ലട്ടെ. രാവും പകലും ഇവനെ കൂടെ കൊണ്ടുവരുന്നേ എനിക്ക് ഇത് തന്നെ വേണം. അത്ര കഷ്ടപ്പെട്ട് നിങ്ങൾ എന്നെ ഫ്രണ്ട് ആക്കണ്ട, എന്റെ കൂടെ നടക്കണ്ട. സുധി, സുധി നിക്കടാ. എന്താടാ? ഞാനും വരാം വീട്ടിലേക്ക്. വേണ്ട. എന്നിട്ട് നിനക്ക് നാളെ കണക്ക് പറയാനല്ലേ? എടാ എന്നെ ഒരാൾ മനസ്സിലാക്കരുത്.